ഹലോ, ഇന്ന് മണ്ടേടത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോകണമല്ലോ. അപ്പോൾ അവന്റെ യൂണിഫോം കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കൂളിലല്ല കൊടുത്തത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന് സ്കൂളിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കടയിലാണ് കൊടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് തയ്ച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിക്കണം. അപ്പൊ ഇന്ന് സോണി ലീവാണ്, സോണി പോയിട്ടില്ല ഇന്ന് തിങ്കളാഴ്ചയായിട്ട്. അപ്പൊ അതൊന്ന് കടയിലൊന്ന് പോകണം. പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പൊ ബനിയാനും ട്രൗസറൊക്കെ വാങ്ങിക്കണം സ്കൂളിൽ ഇടാനായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ സോണിയപ്പ പുറത്തിരിപ്പുണ്ട്, ചായ വേണമെന്നും പറഞ്ഞിരിപ്പുണ്ട്. അത് ചായ ഒന്ന് കൊടുക്കണം. അത് അപ്പോ നമുക്ക് സോണിക്ക് ചായ കൊണ്ടേ കൊടുക്കാം. സോണി ഹായ്. കുളിച്ച് ഇരിക്കണേണ്, കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കണേണ്. അപ്പൊ സോണി എന്താ വർക്കിന് പോകണമെന്നും പറഞ്ഞു ഇരുന്നേച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടടോ, അപ്പൊ ഇന്ന് എനിക്ക് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോകണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, അപ്പൊ നമുക്ക് കൊച്ചിന്റെ യൂണിഫോം ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോകാം, വാങ്ങിക്കാൻ വേണ്ടി പോകാം. പിന്നെ അതേപോലെ തന്നെ ഒന്ന് റേഷൻ കടയിൽ പോകണം. അങ്ങനെ കുറെ ഷോപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്, ഐഡിയ ഉണ്ട്. അപ്പൊ ഇതുങ്ങ ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് തിങ്കളാഴ്ചയാണ്, ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണേണ്. അപ്പൊ അപ്പൊ അവരെ കൊണ്ട് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് ആക്കിയിട്ട് വേണം എനിക്ക് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി പോവാനായിട്ട്. അപ്പൊ എനിക്കെന്താ പറയാനുള്ളത്? ഇപ്പം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെന്ത് പോകണമെന്നുള്ള അറിയില്ല. സ്കൂളിൽ കൊടുത്തില്ല എന്നാണ്. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ നിന്ന് കിട്ടിയ യൂണിഫോം പാൻറ്റൊക്കെ സ്റ്റിച്ചിങ് എത്ര ഒരു എന്താ പറയാ, ഈ അപ്പൂപ്പന്മാരിടുന്നൊക്കെ പുറത്ത് കൊടുപ്പിന്റെ സ്റ്റൈല് തയ്ച്ചു. എന്നിട്ട് അവരും പുതിയ ടീമിനൊക്കെയാണ് സ്റ്റിച്ചിങ്ങിന്റെ കേൾപ്പിക്കുന്നത്. അവന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പുറത്ത് കൊടുക്കാം, അവൻ നല്ലൊരു തയ്ക്കുക നോക്കട്ടെ, കൊടുത്തേക്കണം. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് അവന് പറ്റുവാക്കിയെന്നുള്ളപ്പോ നോക്കണം. അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ചായ കുടിച്ചല്ലോ? ഞാൻ ചായ കുടിച്ചിട്ടില്ല, സോൺ ചായ കുടിക്കണം, പിന്നെ ചോറ് കഴിക്കണം. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ തുടങ്ങനെയാണ്, എല്ലാം കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നിങ്ങളും കണ്ട് നിങ്ങളോട് കൂടെ നിക്കണം, സപ്പോർട്ട് ചെയ്ത് നിക്കണം എല്ലാത്തിനും. അതെ, ഒരു തിങ്കളാഴ്ച ദിനം ആശംസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് പിള്ളേരെ കൊണ്ടാക്കാൻ വേണ്ടി പോണേണ്. അപ്പൊ പിള്ളേര് പറഞ്ഞ് എന്നാ അമ്മയും കൂടി വാ, ഞങ്ങൾ ആദ്യമായിട്ടല്ല പോയത് ട്യൂഷൻ ക്ലാസ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോകാൻ വേണ്ടി പോണേല്ലേ. അപ്പൊ കുഞ്ഞൂസിനാണെങ്കിലോ ഭയങ്കര കരച്ചിലും ഉണ്ടെന്ന് വെച്ചാൽ ഈ ട്യൂഷന് പോണേന്റെ ആദ്യത്തെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ആക്കാൻ വേണ്ടി പോണതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവരെ കൊണ്ടാക്കിയിട്ട് വേണം കടയിലൊക്കെ ഒന്ന് പോകാനായിട്ട്. ഓക്കെ, കൊണ്ടാക്കിയിട്ടൊക്കെ വരാം. അപ്പോൾ ടീന നേരെ ബാഗ് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. ബാഗ് പുതിയ ബാഗായിരുന്നു, അതിൽ സിബ് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തയ്ക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. നിങ്ങൾ വിചാരിക്കും വലിയ കടയാണെന്ന് നിങ്ങൾ വിചാരിക്കും, വലിയ കടയുള്ള ചെറിയൊരു ഷോപ്പാണ് തയ്ക്കണം. അത് കൊടുത്ത് വൈകുന്നേരം ഇപ്പോൾ തന്നെ തരാമെന്ന് പുള്ളി പറഞ്ഞു. അവിടെ നിന്ന് അതും കൊടുത്ത് നേരെ കൊച്ചിൻ്റെ യൂണിഫോം തയ്ച്ച കടയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും യൂണിഫോം തയ്ച്ചിട്ടില്ല, തിങ്കളാഴ്ച വരാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയിട്ട് കൊച്ചിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്നർ വെയറൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടി കയറിയത്. അതൊരു ആദായക്കടയാണ്. അവിടെ കയറി കുറച്ച് അത്യാവശ്യം വേണ്ട ഇന്നർ വെയറൊക്കെ മാത്രം വാങ്ങിച്ചു. ടീന അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി അവിടെ നിന്ന് അത് കൊടുത്ത് നേരെ ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. പോന വഴി ഓരോ പൊട്ടുള്ളരിയും കപ്പോറത്തും വാങ്ങിച്ചു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഈവനിങ് സ്നാക്സ്. ഉണ്ടോ എന്തൊക്കെയാണെന്ന് പറഞ്ഞോട്ടെ? കപ്പ വറുത്തത്, മാങ്ങ വറുത്തത്, പിന്നെ മാങ്ങ പറിച്ചത് മുറിച്ചത്, പിന്നെ പൊട്ടുള്ളരി. എങ്ങനെയായിരിക്കും ഇതൊക്കെ ആകുമ്പോ എല്ലാവർക്കും തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഇന്നലത്തെ അതേ സമയം തന്നെ കാറ്റും മഴയൊക്കെ നല്ലോണം വരുന്നുണ്ട്. തണുപ്പ് എല്ലാ ദിവസവും തണുപ്പാണ്. ഇത് പക്ഷെ കുഴപ്പമില്ല, പൊട്ടുവളരിയില്ല, ചൂടിന് നല്ലതാ, ബെസ്റ്റാ. ചെറിയ കടികള്. അതെ, അവിടെ റെഡിമെയ്ഡ് വർക്കുണ്ട്, അത് വാങ്ങിച്ചോളാം. പിന്നെ പൊട്ടുള്ളരി വാങ്ങിച്ചോണ്ടോന്നു, മാങ്ങ ചിറ്റ് കൊണ്ടുവന്നു. അതെ, അന്ന് പറഞ്ഞാന്നില്ലേ പഴം കൊണ്ടൊന്നും പറഞ്ഞാന്നില്ല. അപ്പൊ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു മാങ്ങ കൊണ്ടുവന്നു. അവരുടെ വീട്ടിലുണ്ടായ സ്വന്തം മാങ്ങ. അത് നല്ല മധുരം കേട്ടോ, കാരണം ചോദിച്ചോക്കെ.
ഇത് എന്ത് മാങ്ങയില്ലേ ചുവപ്പ് ഇങ്ങനെ ചുവപ്പുളറ സൂപ്പർ ടേസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ്. അതെ വീഡിയോ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്താ തീർന്നല്ലോ. അപ്പൊ എന്താ പറയുള്ളത്? എപ്പോഴെപ്പോഴും പറയണ്ടത് അതൊക്കെ അറിയാം. വേറെ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മാത്രം മതി. ഓക്കെ ബൈ.